പുലർച്ചെ 3 മണിക്കും 5 മണിക്കും ഇടയിലുള്ള ആ യാമത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും അർദ്ധരാത്രി കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ അലാറം അടിക്കാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ആരോ തട്ടി വിളിക്കുന്നതുപോലെ നമുക്ക് ഉറക്കം ഉണരാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ സമയം ക്രൈസ്തവ ജീവിതത്തിൽ ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത്? ബൈബിളിലെ താളുകൾ മറിച്ചു നോക്കിയാൽ ദൈവം മനുഷ്യനുമായി സംവദിക്കാനും വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും തിരഞ്ഞെടുത്ത ഒരു പ്രത്യേക വിൻഡോ ആണിതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഴയകാല യഹൂദ പാരമ്പര്യത്തിലും റോമൻ ഭരണക്രമത്തിലും രാത്രിയെ 4 യാമങ്ങളായി അഥവാ 4 വാച്ചുകളായി തിരിച്ചിരുന്നു. അതിൽ ഏറ്റവും അവസാനത്തെയും എന്നാൽ ഏറ്റവും ശക്തവുമായ യാമമാണ് ഈ 4-ാം യാമം. പുലർച്ചെ 3 മണി മുതൽ 6 മണി വരെയുള്ള ഈ സമയത്തെ വിജയത്തിന്റെ സമയമെന്ന് വിളിക്കാം. കാരണം ചരിത്രം മാറ്റിക്കുറിച്ച പല സംഭവങ്ങളും നടന്നത് ഈ സമയത്താണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഒരു വിശ്വാസി ഈ സമയത്ത് ഉണർന്നിരിക്കേണ്ടതെന്നും ഈ നിശബ്ദതയിൽ ഒളിഞ്ഞിരിക്കുന്ന ആത്മീയ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ്. നമുക്ക് ആദ്യം തന്നെ പഴയ നിയമത്തിലെ വിസ്മയിപ്പിക്കുന്നൊരു സംഭവത്തിലേക്ക് പോകാം. ഇസ്രായേൽ ജനത ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോൾ അവരുടെ മുന്നിൽ വലിയൊരു പ്രതിസന്ധിയായി ചെങ്കടൽ നിൽക്കുകയായിരുന്നു. പിന്നിൽ ശത്രുസൈന്യം ആയുധങ്ങളുമായി വരുന്നു, മുന്നിൽ വഴിയില്ല. ആ ഘട്ടത്തിൽ ദൈവം ചെങ്കടൽ പിളർത്തത് എപ്പോഴാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 24-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, പുലർച്ചെയുള്ള യാമത്തിൽ കർത്താവ് ഈജിപ്തുകാരുടെ പാളയത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കിയെന്ന്. അതായത് ഇരുട്ടുമാറി വെളിച്ചം വരുന്നതിന് തൊട്ടുമുമ്പുള്ള ആ 4-ാം യാമത്തിലാണ് ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ദൈവം വഴി തുറന്നത്. ഇത് നമ്മോട് പറയുന്നത് ഒരു കാര്യമാണ്: നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സങ്ങൾ നീങ്ങുന്നതും അസാധ്യമെന്ന് തോന്നുന്ന വഴികൾ തുറക്കപ്പെടുന്നതും നിങ്ങൾ ദൈവത്തിനായി മാറ്റിവെക്കുന്ന ഈ പുലർകാല യാമങ്ങളിലാണ്. ലോകമുറങ്ങുമ്പോൾ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തുടങ്ങുന്നു. ഇനി നമുക്ക് മരുഭൂമിയിലെ അനുഭവത്തിലേക്ക് വരാം. ഇസ്രായേൽ ജനതയ്ക്ക് 40 വർഷം ദൈവം ഭക്ഷണം നൽകിയത് മന്നയിലൂടെയായിരുന്നു. ഈ മന്ന ശേഖരിക്കേണ്ട സമയം പുലർച്ചെയായിരുന്നു. സൂര്യൻ ഉദിച്ച് ചൂട് കൂടുമ്പോൾ മന്ന ഉരുകിപ്പോകുമായിരുന്നു. ഇവിടെ ഒരു വലിയ ആത്മീയ പാഠമുണ്ട്. ദൈവം നമുക്ക് ഓരോ ദിവസവും ആവശ്യമായ ആത്മീയ ബലവും പുതിയ കൃപകളും നൽകുന്നത് ഈ പുലർച്ചെ സമയത്താണ്. വൈകി എഴുന്നേൽക്കുന്നവർക്ക് പലപ്പോഴും ആ ദിവസത്തെ ഫ്രഷായ കൃപ നഷ്ടപ്പെട്ടേക്കാം. മന്ന ശേഖരിക്കാൻ പുലർച്ചെ എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിക്ക് അന്നേ ദിവസം നേരിടേണ്ടി വരുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്ത് ലഭിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്, കർത്താവേ, പ്രഭാതത്തിൽ നീ എന്റെ ശബ്ദം കേൾക്കുന്നു, പ്രഭാതത്തിൽ ഞാൻ നിനക്കായി ഒരുങ്ങി കാത്തിരിക്കുന്നുവെന്ന്. ഒരു രാജാവായിരുന്നിട്ടും രാജ്യം ഭരിക്കാനുള്ള വിവേകം ദാവീദ് സമ്പാദിച്ചിരുന്നത് ഈ പുലർകാല വേളകളിൽ ദൈവത്തോടൊപ്പം ഇരുന്നുകൊണ്ടായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ മാതൃക യേശുക്രിസ്തു തന്നെയാണ്. യേശുവിന്റെ ശുശ്രൂഷകൾ നാം ശ്രദ്ധിച്ചാൽ പകൽ മുഴുവൻ അദ്ദേഹം രോഗികളെ സുഖപ്പെടുത്തുന്നതിലും ജനക്കൂട്ടത്തെ പഠിപ്പിക്കുന്നതിലും വ്യാപൃതനായിരുന്നു. എന്നാൽ ഈ പ്രവൃത്തികൾക്കൊക്കെ ആവശ്യമായ ഊർജം അദ്ദേഹം എവിടെ നിന്നാണ് കണ്ടെത്തിയത്? മർക്കോസ് 1:35 നാം ഇപ്രകാരം വായിക്കുന്നു, അവൻ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു വിജനസ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. ലോകത്തിന്റെ രക്ഷകനായ ദൈവപുത്രന് പോലും പിതാവുമായുള്ള ബന്ധം പുതുക്കാൻ ഈ പുലർച്ചെ സമയം ആവശ്യമായിരുന്നുവെങ്കിൽ സാധാരണക്കാരായ നമുക്ക് ഈ സമയം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ചിന്തിച്ചു നോക്കൂ. യേശു കടലിന് മുകളിൽ നടന്നതും ശിഷ്യന്മാരുടെ വള്ളം കാറ്റിലും കോളിനും അകപ്പെട്ടപ്പോൾ അവരെ രക്ഷിക്കാൻ എത്തിയതും ഇതേ 4-ാം യാമത്തിലായിരുന്നു. നമ്മുടെ ജീവിത നൗക ഉലയുമ്പോൾ പ്രതിസന്ധികളുടെ കടലിന് മുകളിൽ നടന്ന് യേശു വരുന്നത് നാം ഉണർന്നിരിക്കുന്ന ഈ സമയത്താണ്. മറ്റൊരു പ്രധാന കാര്യം, ഈ സമയം പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനുയോജ്യമാകുന്നതിന്റെ മനഃശാസ്ത്രപരവും പ്രായോഗികവുമായ വശമാണ്. പകൽ സമയത്ത് നമ്മുടെ ഫോണുകൾ നോട്ടിഫിക്കേഷനുകൾ കൊണ്ട് നിറയും, വീട്ടിൽ ബഹളമുണ്ടാകും, ജോലിയുടെ തിരക്കുണ്ടാകും. എന്നാൽ പുലർച്ചെ 3 മണിക്കും 5 മണിക്കും ഇടയിൽ ലോകം മുഴുവൻ നിശബ്ദമാണ്. ആ നിശബ്ദതയിൽ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. നമ്മുടെ മനസ്സ് ഒരു ശുദ്ധമായ കടലാസ് പോലെയായിരിക്കും. ആ സമയത്ത് നമ്മൾ വായിക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയും. ദൈവത്തിന്റെ മൃദുവായ സ്വരം കേൾക്കാൻ ആ നിശബ്ദത അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും നമ്മൾ ദൈവത്തോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, എന്നാൽ ദൈവം നമ്മോട് സംസാരിക്കാൻ കേൾക്കാനാണ് ഈ സമയം ഉപയോഗിക്കേണ്ടത്. ഒരു ഗ്ലാസ്സിലെ കലങ്ങിയ വെള്ളം കുറച്ചുനേരം അനക്കാതെ വെച്ചാൽ അത് തെളിയുന്നതുപോലെ രാത്രിയിലെ ഉറക്കത്തിന് ശേഷം നമ്മുടെ മനസ്സും തെളിഞ്ഞു നിൽക്കുന്ന സമയമാണിത്. യാക്കോബിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചത് എപ്പോഴാണെന്ന് ഓർക്കുന്നുണ്ടോ? അവൻ തന്റെ സഹോദരനെ ഭയന്നു നിന്നിരുന്ന ആ രാത്രിയിൽ ദൈവദൂതനുമായി ഗുസ്തി പിടിച്ചത് പുലർച്ചെ വരെയായിരുന്നു. പ്രഭാതം പൊട്ടിവിടരുന്നു, എന്നെ വിടുക എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ, നീ എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടില്ല എന്ന് യാക്കോബ് ഉറപ്പിച്ചു പറഞ്ഞു. ആ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് അവന് ഇസ്രായേൽ എന്ന പുതിയ പേരും പുതിയൊരു വ്യക്തിത്വവും ലഭിച്ചത്. അതായത്, നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ ശാപങ്ങൾ അനുഗ്രഹങ്ങളായി മാറണമെന്നുണ്ടെങ്കിൽ
ഈ പുലർകാല യാമങ്ങളിലെ പോരാട്ടം അനിവാര്യമാണ്. വെറുതെ എഴുന്നേറ്റിരിക്കുകയല്ല, മറിച്ച് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ സമയം സ്വർഗത്തെ ചലിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. നമുക്ക് ഏറ്റവും വലിയ പ്രത്യാശ നൽകുന്ന മറ്റൊരു സത്യം ക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പാണ്. മരണത്തെ തോൽപ്പിച്ച് യേശു ശവകുടീരത്തിൽ നിന്ന് പുറത്തുവന്നത് എപ്പോഴാണ്? മത്തായിയുടെയും ലൂക്കോസിന്റെയും സുവിശേഷങ്ങൾ പ്രകാരം ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം പുലർച്ചെ ഇരുട്ടുള്ളപ്പോൾ തന്നെ സ്ത്രീകൾ കല്ലറക്കലെത്തിയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് വെളിച്ചമുദിക്കുന്നതുപോലെ ലോകത്തിന്റെ പാപങ്ങളെ നീക്കി ജീവന്റെ പ്രകാശം പരന്നത് ഈ പ്രഭാതയാമത്തിലാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രഭാതവും ഒരു ഉയിർത്തെഴുന്നേൽപ്പിന്റെ പ്രതീകമാണ്. നിങ്ങളുടെ മരിച്ചുപോയെന്ന് കരുതുന്ന സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ജീവൻ വയ്ക്കുന്നത് ഈ പ്രഭാത സമയത്തെ പ്രാർത്ഥനയിലൂടെയായിരിക്കും. ശത്രുവായ പിശാച് വിതയ്ക്കുന്ന ഭയത്തിന്റെയും നിരാശയുടെയും ഇരുട്ടിനെ തുരത്താൻ ഈ പ്രഭാത പ്രാർത്ഥനയ്ക്ക് സാധിക്കും. എന്തുകൊണ്ടാണ് 3 മണി എന്ന് പലരും ചോദിക്കാറുണ്ട്. ആത്മീയമായി ചിന്തിക്കുമ്പോൾ അന്ധകാര ശക്തികൾ ഏറ്റവും കൂടുതൽ സക്രിയമാകുന്ന സമയമായിട്ട് ഇതിനെ ലോകം കാണുന്നു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആ ഇരുട്ടിനെ പ്രാർത്ഥന കൊണ്ട് കീഴടക്കേണ്ട സമയമാണിത്. പട്ടണത്തിന്റെ മതിലിൽ കാവൽ നിൽക്കുന്ന കാവൽക്കാരെ പോലെ നാം ഉണർന്നിരിക്കണം. ഒരു വീട്ടിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ഒരാൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ആ വീടിനൊരു സംരക്ഷണ കവചമായി മാറും. നമ്മുടെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ ഇതിലും നല്ലൊരു സമയം വേറെയില്ല. പ്രാർത്ഥന എന്നത് വെറുമൊരു മതപരമായ ചടങ്ങല്ല, മറിച്ച് അത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവുമായുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. ആ കൂടിക്കാഴ്ചയ്ക്ക് രാജാക്കന്മാരുടെ രാജാവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന അപ്പോയിന്റ്മെന്റാണ് ഈ പുലർകാല സമയം. പലപ്പോഴും നമ്മൾ വിചാരിക്കും, എനിക്ക് ഉറക്കം കിട്ടുന്നില്ലല്ലോ എന്ന്. എന്നാൽ സത്യത്തിൽ അത് നിങ്ങളുടെ ശരീരത്തിന്റെ കുഴപ്പമല്ല, മറിച്ച് ആത്മാവിന്റെ ദാഹമാണ്. ദൈവം നിങ്ങളെ സ്നേഹപൂർവ്വം വിളിക്കുന്നതാണ്. ആ വിളി കേൾക്കുമ്പോൾ മടി വിചാരിച്ച് വീണ്ടും ഉറങ്ങാൻ ശ്രമിക്കാതെ ഒന്ന് എഴുന്നേറ്റിരുന്നു നോക്കൂ. ആദ്യം അല്പം പ്രയാസം തോന്നുമെങ്കിലും ഒരിക്കൽ ആ പുലർകാലത്തെ ദൈവസാന്നിധ്യം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സമയം നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അത് നൽകുന്ന സമാധാനവും സന്തോഷവും പകൽ മുഴുവൻ നിങ്ങളെ നയിക്കും. നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ഏകാഗ്രത ലഭിക്കാനും തീരുമാനങ്ങൾ എടുക്കാൻ കൂടുതൽ വിവേകം ലഭിക്കാനും ഈ സമയം നിങ്ങളെ സഹായിക്കും. കാരണം നിങ്ങൾ ലോകത്തോടല്ല, മറിച്ച് ലോകത്തെ നിയന്ത്രിക്കുന്നവനോടാണ് ആദ്യം സംസാരിക്കുന്നത്. ഈ പുലർകാല സമയം തിരഞ്ഞെടുക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രാധാന്യങ്ങൾ വ്യക്തമാക്കുകയാണ്. എന്റെ ഉറക്കത്തേക്കാൾ, എന്റെ വിശ്രമത്തേക്കാൾ എനിക്ക് വലുത് എന്റെ ദൈവമാണ് എന്ന് നാം പ്രവൃത്തിയിലൂടെ കാണിക്കുന്നു. ഇതാണ് ആദ്യഫലം എന്ന് ബൈബിൾ പറയുന്നതിന്റെ ഒരർത്ഥം. നമ്മുടെ ദിവസത്തിന്റെ ആദ്യഫലം ദൈവത്തിന് നൽകുമ്പോൾ ബാക്കിയുള്ള സമയം ദൈവം അനുഗ്രഹിക്കുന്നു. ഇതിലൊരു മാജിക്കുമില്ല, മറിച്ച് ലളിതമായൊരു ആത്മീയ തത്വമാണുള്ളത്. നിങ്ങൾ ദൈവത്തിന് സമയം നൽകിയാൽ ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകും. നിശബ്ദതയിൽ ദൈവം പ്രവർത്തിക്കുന്നു. കാറ്റിലും ഭൂമികുടുക്കത്തിലും ദൈവമുണ്ടായിരുന്നില്ല, മറിച്ച് ഏലിയ പ്രവാചകൻ കേട്ട മൃദുവായ സ്വരത്തിലായിരുന്നു ദൈവമുണ്ടായിരുന്നത്. മൃദുവായ സ്വരം കേൾക്കാൻ ലോകമുണരുന്നതിന് മുമ്പ് നിങ്ങൾ ഉണരുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇനി മുതൽ പുലർച്ചെ 3 മണിക്കും 5 മണിക്കുമിടയിൽ നിങ്ങൾക്ക് ഉറക്കമുണർന്നാൽ അതൊരു ശല്യമായി കാണരുത്, മറിച്ച് അതൊരു വലിയ അവസരമായി കാണുക. മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കിടക്കയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന് നന്ദി പറയുക. ആ നിശബ്ദതയിൽ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ചെങ്കടലുകൾ പിളരുന്നതും മഞ്ഞ പോലെ കൃപകൾ വർഷിക്കുന്നതും ഉയിർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശം പരന്നതും നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയമായി മാറും. ഇരുട്ടിനെ ഭയപ്പെടാതെ പ്രകാശത്തിന്റെ മക്കളായി ഈ പുലർകാല യാമങ്ങളെ നമുക്ക് ഏറ്റെടുക്കാം. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ കാത്തിരിക്കുന്നു. നിങ്ങൾ തയ്യാറാണോ എന്നത് ഏക ചോദ്യമാണ്.